എൻ്റെ അമ്മയുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വീണ്ടും ഒരുങ്ങാൻ വന്നു. അപ്പോൾ കണ്ണാടി ഫ്രീ അല്ല, എനിക്ക് കണ്ണാടി ഒന്നും വേണ്ടാത്തത് കൊണ്ട് ഞാൻ സെൽഫായിട്ട് അങ്ങോട്ട് റെഡിയായി. അപ്പം ഇന്ന് നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോവുക. അപ്പം ഇന്നാണ് നമ്മൾ അരിയൊക്കെ അളന്ന് നാളെ നമ്മൾ പ്രാതൽ വഴിപാടായിട്ട് സമർപ്പിക്കാൻ പോകുന്നത്. അമ്മയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോയെന്ന് ചാടും എന്ന് പറഞ്ഞായിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ നമ്മുടെ ഉത്സവം കഴിഞ്ഞ് പന്തലൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ അമ്പലം പഴയ രൂപത്തിലാകാൻ പോവുക. പിന്നെ നമ്മൾ വഴിപാടിന് രസീത് എഴുതാൻ വേണ്ടി വഴിപാട് കൗണ്ടറിലെത്തി. വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് നമ്മൾ തൊഴാൻ വേണ്ടി പോയി. ദീപാരാധന കഴിഞ്ഞാണ് നമ്മൾ പ്രാതലിന് വേണ്ടിയുള്ള അരി ഇളക്കുന്നത്. അപ്പം അതുവരെ ഞാനും അമ്മയും അച്ഛനും കൂടി അമ്പലത്തിൽ തന്നെ വെയിറ്റ് ചെയ്ത്. ദേവസ്വം ഓഫീസിൻ്റെ അകത്താണ് നമ്മൾ അരി ഇളക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു വഴിപാട് സമർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും അരിയൊക്കെ അളന്ന് എല്ലാവരും ഒരുമിച്ച് പുറത്തിറങ്ങി. അപ്പോൾ നാളെയാണ് നമ്മുടെ പ്രാതൽ വഴിപാട്. അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ പ്രാതൽ വഴിപാട് കാണാം.